പരാ ജീവനെനിക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. കാതനിഷ്ടം നടപ്പാനുസരിച്ചു. കാതനിഷ്ടം നടപ്പാനുസരിച്ചു. ദാസിൻ അരമനയിൽ മന്നവനീ വിധിക്കപ്പെട്ടു. കരങ്ങൾ കൊണ്ട് മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. സിന്നവരും വിലമതിച്ചു. കുരിശേൽപ്പിച്ചു. തലയിൽ മുള്ള മുടിയും വച്ചു. പല പല പാടുകൾ ചെയ്തു നിന്നെ. പല പല പാടുകൾ ചെയ്തു നിന്നെ. തിരുക്കരങ്ങൾ തിരുക്കരങ്ങൾ ആണികൊണ്ട് മരത്തോട് ചേർത്തടിച്ചു. ഇരുവശത്തും കുരിശികരാം ഇരുകള്ള നടുവിൽ മരിച്ചോ പരാ. ഇരുകള്ള നടുവിൽ മരിച്ചോ പരാ. മരണം കൊണ്ടെന്തേ വന്നരകം നീയകറ്റി. മഹത്വം കാലം കഴിപ്പാൻ കൃപ നൽകണമേ. കാലം കഴിപ്പാൻ കൃപ നൽകണമേ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ എബ്രായ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ അതിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. അപ്പം പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയവൻ അത് എപ്രകാരമാണ് തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെയാണ് ആ കാര്യം ക്രമീകരിച്ചത്? ആളുകൾക്ക് വേണ്ടി, ആളുകളുടെ ജീവിതത്തിൽ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് അവൻ ഒറ്റയ്ക്കാണ് ലോകത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് മഹായാഗമായി തീർന്ന് തൻ്റെ രക്തം ചൊരിഞ്ഞത്. ഇതെല്ലാം നമുക്ക് പ്രവാചക പുസ്തകത്തിലെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് നാം ചിന്തിക്കുന്ന ഈ ഭാഗം പ്രത്യേകിച്ച് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയതാൽ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ അല്ലെങ്കിൽ 3 വരെ വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോനിവൻ ആര്? വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നവരിവൻ ആര്? നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിക്കുവാൻ വല്ലഭനുമായ ഞാൻ തന്നെ എന്ന് പറയാം. അവിടെ 2-ാം വാക്യത്തിൽ കാണാം, നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണ്. നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെതുപോലെ ഇരിക്കുന്നത് എന്ത്? 3-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി.
ഇല്ലെങ്കിൽ എൻ്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നു. അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പോലെ പാപങ്ങൾക്ക് അവനോ ഒരിക്കല് ഒറ്റക്കാണ് അവൻ പാപങ്ങൾക്ക് പരിഹാരം ഒരുക്കിയത് എന്ന് നമുക്കവിടെ വായിക്കാൻ സാധിക്കുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പഠിക്കുന്ന വേദഭാഗമാണ് എബ്രായ ലേഖനം, അതിന്റെ 29-ന്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അപ്പം ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അവൻ ഒറ്റക്കാണ്, ഏകനായിട്ടാണ് അത് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എബ്രായ 9-ന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതായത് 11 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തിക്കവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അവൻ ഒരിക്കലായി അത് ചെയ്തു, തൻ്റെ സ്വന്തം രക്തത്താൽ അത് ചെയ്തു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്ന് കാണാം. മത്തായി സുവിശേഷത്തിലെ 28-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചവനാണ് സ്വർഗത്തിൽ തൻ്റെ മഹിമാസനത്തിൽ ഇരിക്കുന്നവനാണ്. തൻ്റെ ആ മഹാപ്രവൃത്തി തികച്ച് അത് പരിപൂർണമായി തികച്ചതിന് ശേഷം ഉയരത്തിൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചവൻ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്ക് പോകുന്ന അതിന് തൊട്ട് മുമ്പായിട്ട് യേശു പറഞ്ഞതാണ്, സ്വർഗത്തിന്റെ അധികാരിയാണ് അവൻ. അവിടെ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും, യഹൂദന്മാരെ മാത്രമല്ല സകല ജാതികളെയും സുവിശേഷം അല്ലെങ്കിൽ അവരെ ശിഷ്യപ്പെടുത്താനായിട്ട് പറയുക. അപ്പം നമ്മോട് കാണാം, യേശു അത് പറയുമ്പോൾ താൻ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു വാക്കാണ്, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. അപ്പൊ സ്വർഗത്തിന്റെ അധികാരിയാണ് പറഞ്ഞത്. ഇവിടെ എന്ത് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്നത്? അവൻ പാപങ്ങൾക്ക് പരിഹാരം ഒരുക്കുവാൻ തൻ്റെ യാഗം, തൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ അവൻ പിതാവിന്റെ ഹിതം പൂർണ്ണമായി നിവർത്തിച്ചുകൊണ്ട് ഒരു മഹായാഗമായി തീർന്നുകൊണ്ടാണ് തന്നെത്താൻ അർപ്പിച്ചു യേശു. ഇനി തനിക്ക് തൻ്റെ സ്വർഗീയ സിംഹാസനത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗീയ സത്യകൂടാരത്തിനകത്തേക്ക് തൻ്റെ ആത്മീയ രക്തവുമായി കടന്നു പോകണം. യേശു പോകുമ്പോൾ നമുക്കവിടെ വായിക്കാൻ സാധിക്കും, ആ പോണേന് മുമ്പ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു, ഇപ്രകാരം നിങ്ങൾ ചെയ്യണം. മർക്കോസ് 16-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അതുകൊണ്ട് ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് പറയാം. അതിനുശേഷം നമുക്ക് ലൂക്കോസ് 13-ാം അധ്യായത്തിൽ 3 മുതൽ 5 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ ലൂക്കോസും എഴുതി വെച്ചിരിക്കുന്നത് യേശു പറഞ്ഞ വാക്കാണ്. എല്ലാ മനുഷ്യരും കർത്താവ് പാപങ്ങൾക്ക് പരിഹാരം ഒരുക്കിയിരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ യേശു ചെയ്യുമ്പോൾ ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകുന്ന യേശു പറയാം. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മർക്കോസ് 1-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിലേക്ക് യേശു പറയുണ്ടായി, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയാണ്. കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ പെന്തിക്കോസ്ത ദിവസത്തിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് അതിനെ സ്വീകരിച്ച, അതായത്
ഉൾക്കൊണ്ടതായ ആളുകൾ ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അന്ന് കർത്താവും ക്രിസ്തുവുമായവൻ ഇപ്പോൾ സിംഹാസനത്തിലിരിക്കുകയാണെന്നാണ്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് അവന്റെ കല്ലറ നമ്മുടെ ഇടയിലുണ്ട്. അവൻ ഇവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ സിംഹാസനം, അവൻ ഇന്ന് അവന്റെ സിംഹാസനത്തിലിരിക്കുകയാണ്. അപ്പൊ രാജാതി രാജാവും കർത്താതി കർത്താവുമായി അവൻ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടാണ് അവന്റെ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇത് കേട്ടപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 16:31 നമുക്ക് കാണാൻ സാധിക്കും. കാരാഗൃഹ പ്രമാണി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അന്ന് പൗലോസും ശീലാസും തടവിൽ കിടക്കുമ്പോൾ അദ്ദേഹവും ചോദിക്കുന്ന ആ ചോദ്യം ഇതാണ്. അന്ന് ആ വലിയ ഭൂകമ്പം ഇല്ലെങ്കിൽ തടവിലുള്ള ആൾക്കാരുടെ ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണ സമയത്ത് കാരാഗൃഹ പ്രമാണി പേടിച്ച് ആ സമയത്ത് അവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടെ ചോദിച്ച ചോദ്യത്തിന് അപ്പോസ്തലനായ പൗലോസും ശീലാസും കൊടുത്ത ഉത്തരം ഇതാണ്: നീ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക. കാരണം അവൻ അവന്റെ സിംഹാസനത്തിൽ ഇപ്പോൾ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷം സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അവൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ നീ യേശുവിനെ വിശ്വസിക്കണം, സുവിശേഷം വിശ്വസിക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ, യേശു കർത്താവിൽ വിശ്വസിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ യേശുവിനെ അവൻ അറിയണം, കേൾക്കണം. അതുകൊണ്ട് ആ വീട്ടിലുള്ള എല്ലാവരോടും സുവിശേഷം അന്ന് അവൻ ആ കാരാഗൃഹ പ്രമാണി അവന്റെ വീട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് യേശുവിന്റെ വചനങ്ങൾ കേൾക്കുവാണ്. അവൻ വിശ്വസിച്ചു, അവന്റെ കുടുംബം വിശ്വസിച്ചു, അവർ താമസിയാതെ സ്നാനമേറ്റു. ഇതെല്ലാം നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും. യേശുവിനെ വിശ്വസിച്ച യഹൂദന്മാരോടും അവര് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പത്രോസിനോടൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞ ഉത്തരം അതാണ്. അതേസമയത്ത് വിശ്വസിച്ച ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ വിശ്വസിക്കാനല്ല പറയണത്, വിശ്വസിച്ച് ആ കടമ്പ അവർ കടന്നു. അതിനുശേഷം അവരോട് പറയണത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതാണ് യേശു ചെയ്തിരിക്കുന്നത്. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷം അവൻ മഹിമയിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ എന്താണ് ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത്? ആളുകൾക്ക് പാപപരിഹാരം കൊടുക്കുന്നു. അവൻ തന്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിക്കൊണ്ട് മുദ്രയിടുന്നു. ദൈവം അവരുടെ ഉള്ളിലേക്ക് വസിക്കുവാൻ, ഇനി പഴയ ഒരു കെട്ടിടത്തിലേക്കല്ല വരുന്നത് ദൈവം വസിക്കാൻ, ഒരു ആലയത്തിലല്ല ദൈവം വസിക്കാൻ ഇനി തീരുമാനിക്കുന്നത്. ആലയം ഇപ്പോൾ തന്നെ അവിടെ യെരൂശലേമിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ പുരോഹിതന്മാർ യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഗങ്ങൾ അവിടെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷകളൊക്കെ നടക്കുന്നുണ്ട്. തിരശ്ശീലേക്ക് അവിടെയുണ്ട് ഇപ്പോഴും. അപ്പോ ആ സമയത്ത് പറയാണ്, ഇനി അവിടെയല്ല, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ കഴുകിക്കളയുവാൻ സ്നാനമേൽക്കുവാൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. എന്തിനാ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നത്? യേശു താൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പറയണതാണ്. അതായത് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. നിങ്ങൾ ഇനി ആരാധിക്കാൻ പോണത് യെരൂശലേമിലല്ല, ഗെരസീം മലയിലല്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, വസിക്കുമ്പോൾ, നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കുന്ന സത്യ നമസ്കാരികളാകും എന്നാണ് യേശു മുമ്പൂട്ടി തന്നെ അത് സൂചിപ്പിച്ചത്. ഇവിടെ അതാണ് അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ ചോദിച്ചവരോട് പറഞ്ഞത്, മാനസാന്തരപ്പെടുവൻ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ സ്നാനമേൽപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതിന് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലേക്കും നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സ്നാനമേൽക്കാനായിട്ട് ഒരുങ്ങി അതിനുവേണ്ടി ചോദിച്ച വ്യക്തിയോട്, ഷണ്ടനായ വ്യക്തി ചോദിച്ചു, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ? നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറയുമ്പോൾ, സ്നാനമേൽക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവനത് ഉറപ്പുവരുത്തണം. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോണെന്ന് അവന് വ്യക്തമായ ഒരു കാഴ്ച ഉണ്ടാകണം. അതുകൊണ്ട് അവൻ ഏറ്റു പറഞ്ഞു, യേശു ദൈവപുത്രനായ ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു. അത്രയും ആ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ടിട്ടാണ് അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങണത്. അവിടെയാണ്
ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത്, പാപമോചനം ലഭിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ യേശുവിനെ കണ്ട്, യേശു ഇല്ലെങ്കിൽ കർത്താവിന്റെ സ്വരം കേട്ട്, യേശുവിന്റെ ശബ്ദം കേട്ടിട്ട് കർത്താവെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് 3 ദിവസമായിട്ട് പ്രാർത്ഥിച്ചും ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന ശൗലിനോട് പോലും ചോദിക്കുന്ന കാര്യം ഇതാണ്: ഇനി നീ താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയാനാണ് പറയണത്. കാരണം യേശു എന്താ ചെയ്തത്? എബ്രായ ലേഖനം 1-3 വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് ഇതാണ്: അവൻ പാപങ്ങൾക്ക് പരിഹാരം ഒരുക്കിയതിന് ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും. അവിടെ നമുക്ക് കാണാം, അവൻ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നത് പാപങ്ങൾക്ക് പരിഹാരം ഒരുക്കിയതിന് ശേഷമാണ്. പക്ഷെ ആ ഈ പ്രയോജനം ആർക്ക് ലഭിക്കും? അതാണ് ഈ പറയുന്ന വേദഭാഗങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അവനെ വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം. ആളുകളുടെ ജീവിതത്തിൽ പാപങ്ങളെ കഴുകിക്കളയുവാൻ സ്നാനമേൽക്കുന്നതിന് മുമ്പ് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വ്യക്തമായ തിരിച്ചറിവുണ്ടാകും. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരോടാണ് ഞാൻ ചേരാൻ പോണത്? ആരോടൊപ്പമാണ് ഞാൻ കുഴിച്ചിടപ്പെടാൻ പോണത്? ആരോടുകൂടിയാണ് ഞാൻ ഉയർത്തി നിൽക്കാൻ പോണത്? വ്യക്തമായ ഒരു കാഴ്ച, ആ ഒരു വ്യക്തമായ ഉറപ്പ് ആൾക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് വേണം അത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനത്തിലെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ അത് ചിന്തിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എബ്രായ ലേഖനം 1-3 നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്: അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിലേക്കും നാം തിരിച്ചു വരുമ്പോൾ അവിടെ ചില ഭാഗങ്ങൾ കൂടി നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 14-ാം വാക്യവും 22-ാം വാക്യവും കൂടി നമ്മൾ ഇതിന്റെ ആ ഒരു ഉറപ്പിനായിട്ട് നമുക്കൊന്നും കൂടി വായിക്കാം. അവിടെ 14-ാം വാക്യത്തിൽ നമുക്ക് കാണാം: ഏകയാഗത്താലാണ് അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കണമെന്ന് അവിടെ കാണാൻ സാധിക്കും. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്. അപ്പം ഏകയാഗത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് 22-ാം വാക്യത്തിൽ. അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അതായത് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തേരുക. ദൈവം എന്താണ് ഇതെല്ലാം ചെയ്തതിന്റെ ഉദ്ദേശം? എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടവരായതുകൊണ്ട് അവരെല്ലാം ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട് കിടക്കുകയാണ്. എല്ലാ മനുഷ്യരും ദൈവത്തോട് വേർപെട്ട് കിടക്കുകയാണ്. മനുഷ്യർക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല. കാരണം എന്നെയും നിങ്ങളെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് പാപമാണ്. നിങ്ങളുടെ അകൃത്യങ്ങളാണ് എന്നെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഇടയാക്കിയത് എന്ന് യെശയ്യാവ് 59-1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അകന്ന് നിൽക്കുന്ന മനുഷ്യൻ, പാപത്താൽ തകർന്നു കിടക്കുന്ന മനുഷ്യൻ, പാപം മൂലം അകൃത്യങ്ങൾ മൂലം വേർപെട്ട് കിടക്കുന്ന മനുഷ്യൻ, അവനെ എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ പറ്റും? അപ്പൊ അവിടെ വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തരുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരോ യേശുവിന്റെ രക്തത്താൽ കൂടാതെ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം. അതൊക്കെയാണ് ഏറ്റുപറഞ്ഞത്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് സ്നാനത്തിന് മുമ്പ് ഏറ്റുപറയുന്നത് അതുകൊണ്ടാണ്. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തേലുവാൻ ഇടയാക്കുകയാണ്. വ്യക്തികളുടെ ജീവിതത്തിൽ പാപങ്ങൾ കഴുകപ്പെടുന്നതിലൂടെ നമുക്ക് ദുർമനസാക്ഷി മാറ്റപ്പെടുകയാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക്, അവന്റെ അടുത്തേക്ക്, അവന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് വിശുദ്ധീകരിക്കപ്പെട്ടവരായി അടുത്തു വരുവാൻ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരുവാനായിട്ട് നമുക്ക് യോഗ്യത തരികയാണ്. ഇവിടെ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുകയും മുഴുവനായി നമ്മളെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അവിടെ 12 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. 10-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായത്തിൽ 12 മുതൽ: യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന്
അവിടെ കാണിച്ചു തരികയാണ്. എല്ലാവർക്കും, അടുത്തു വരുന്നവർക്ക് സദാകുകൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നത്, നമുക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് യേശു മഹിമയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് തന്നെ അവനെ ഏറ്റവും സന്തോഷം, താൻ ഈ ചെയ്തതിലൊക്കെ അവനെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത്, അവന് പ്രസാദവും അവനെ ആനന്ദം ഉണ്ടാക്കുന്ന ഏക കാര്യമാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പാപികളായ മനുഷ്യന്റെ ജീവിതത്തിൽ അവനത് കാണുവാൻ കഴിഞ്ഞുകൊണ്ട്, അവനൊന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞുകൊണ്ട്, അവന്റെ ജീവിതത്തിൽ യേശുവിനെ അവന് ദൈവപുത്രനായ ക്രിസ്തുവെന്ന് അവൻ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ആ സ്നാനത്തിലേക്ക് അവനെ കഴുകുന്ന, അവന്റെ പാപങ്ങൾ കഴുകുന്ന, അല്ലെങ്കിൽ പഴയ മനുഷ്യനെ കുഴിച്ചു മൂടുന്ന വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ തന്നെ അടക്കം ചെയ്ത് അവൻ കർത്താവിനോടുകൂടി വീണ്ടും എന്നേക്കും ജീവിക്കുന്നവനായി, എന്നേക്കും പാപങ്ങൾ പരിഹരിക്കപ്പെട്ടവനായി ഒന്ന് എഴുന്നേറ്റ് വരിക. ഇത് കാണാൻ അതിനേക്കാൾ അപ്പുറത്തേക്ക് ദൈവത്തിന് സന്തോഷമുള്ള ഒരു കാര്യമില്ല. ദൈവം ഇതെല്ലാം ചെയ്തത് വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്ന് പ്രവാചകന്മാർ വർഷങ്ങൾ, അനേക നൂറ്റാണ്ടുകളായി അവർ പ്രവചിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്നത്. രക്ഷിതാവിലൂടെ നടക്കുന്ന ആ കാര്യങ്ങൾ. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ രക്ഷയെക്കുറിച്ച് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആയുസ് തന്നാൽ ചില മനുഷ്യർക്ക് ഇനി എത്ര വർഷമുണ്ട് ബാക്കി? ആളുകൾ ചിന്തിക്കുന്ന പോലെയല്ല. അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ബാക്കി ആയുസ് എത്രയുണ്ടെന്ന് ചിന്തിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ആയുസ് തന്നെ 70 അല്ലെങ്കിൽ ഏറിയാൽ 80 എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അത് തന്നെ കടന്നു പോകുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പം ഈ ആയുസ്സിലേക്ക് മനുഷ്യനെ എത്ര നിസ്സാരമായിട്ടാണ് കടന്നു പോണത്. 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ആയുസ് 29,220 ദിവസങ്ങളേ ഉള്ളൂ. 29,220 ദിവസം ജീവിക്കും 80 വയസ്സ് വരെ ഒരു വ്യക്തി ജീവിച്ചാൽ. അതിലെത്ര സമയം ഇന്ന് അനേകർക്ക് 50 വയസ്സ് കഴിഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു. എത്രയോ ഇനി ബാക്കി എത്ര ദിവസങ്ങളും ശേഷിക്കുന്നുണ്ട്. ഒരു 3 വർഷം കൂടി, ഇല്ലെങ്കിൽ ഒരു 1000 ദിവസം ബാക്കിയുണ്ടെങ്കിൽ 2.25 വർഷത്തിന് താഴെ ഉള്ളൂ. 2.73, അതായത് 2.73 ദിവസങ്ങൾ ഇല്ലെങ്കിൽ വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. 2.25 വർഷം പോലും തികച്ചില്ല. ഒരു 1000 ദിവസം നമുക്ക് ജീവിക്കാൻ അവസരം ദൈവം തന്നാൽ അത്ര ക്ഷണികമാണ് നമ്മുടെ ആയുസ്. അത്രമാത്രം ചുരുക്കമായിട്ട് കടന്നു പോകുമ്പോൾ ഓരോരുത്തരും അവരുടെ രക്ഷയെക്കുറിച്ച് എത്രമാത്രം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും അവസാനിക്കാത്ത നിത്യത വരാൻ പോണ്. ഒരിക്കലും അവസാനിക്കാത്ത നിത്യത വരാൻ പോകണം. ആ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ ഇവിടെ കർത്താവ് ഇത്രമാത്രം അധ്വാനിച്ച്, ഇത്രമാത്രം വേദന സഹിച്ച്, ഇത്രമാത്രം അവൻ തൻ്റെ സ്വർഗം വിട്ടിട്ട് ഭൂമിയിലേക്ക് വന്ന്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അതായത് പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യമായി കാഴ്ചയാക്കി, അവനെ തളച്ചു, ചങ്ങലേക്ക് ഇട്ടു. അവനെ നമുക്കൊരു രക്ഷകർത്താവ് വാഗ്ദാനം ചെയ്തു. വീണ്ടെടുപ്പിനുള്ള ഒരവസരവും കൂടി തന്നു. പുതുതായി ജനിക്കാൻ പറഞ്ഞു. പഴയതൊക്കെ കുഴിച്ചു മൂടാൻ പറഞ്ഞു. പുതുതായി ജനിച്ച് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായിക്കൊണ്ട് പുതിയൊരു സൃഷ്ടിയായിട്ട് ജീവിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിനെ നമ്മളോട് ചെയ്യാൻ മാത്രമല്ല പറഞ്ഞത്, നമുക്ക് വേണ്ടി അവൻ മാതൃകയെ കാണിച്ചു തന്നു. ഒരു കാഴ്ചയോട് വെച്ചിട്ട് അവൻ കടന്നു പോയിരിക്കുകയാണ്. എങ്ങനെ പിതാവിനെ പ്രസാദിപ്പിക്കണം, എങ്ങനെ ദൈവത്തെ അനുസരിക്കണം, എങ്ങനെയാണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ആയിരിക്കണം, ഒരു വ്യക്തിയുടെ അനുസരണം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് വരച്ചു കാണിക്കുന്ന ഒരു മനോഹര പുസ്തകമാണ് എബ്രായ ലേഖനം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി നമുക്ക് യേശുവിന്റെ ജീവിതം നമുക്ക് കാണാം. അവനെപ്പോലെ ഒരു മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ താഴ്ചകളിൽ
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിവുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കിന്നുണ്ട്. ഇന്ന് ഈ സമയം, ഈ ഭൂമിയിൽ നമ്മുടെ ശ്വാസം നിൽക്കുന്ന ഈ സമയം നമ്മളത് ശ്രദ്ധയോടുകൂടി തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് നമുക്ക് സഹായിപ്പാൻ ഒരു മഹാപുരോഹിതൻ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ രക്ഷയെക്കുറിച്ചൊക്കെ പരിശോധിക്കുവാൻ ഒരു നല്ല അവസരം നമ്മുടെ ഭൂമിയിൽ നമുക്ക് ദൈവം വെച്ചിട്ട് തന്നിരിക്കുന്നു. ഇത് പെട്ടെന്ന് കടന്നു പോകും. നാളത്തെക്കുറിച്ച് നമുക്കറിയില്ല. നാളെ ഞാൻ ജീവിച്ചിരിക്കുമോ, നാളെ എനിക്കൊരു അവസരമുണ്ടോ, എത്ര ദിവസം ബാക്കി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശേഷിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് ആർക്കും നിശ്ചയമില്ല. ഇത് ഇത്രയും വരെ ജീവിച്ചു. ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടും ദീർഘമായ ക്ഷമ കൊണ്ടും നാം ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ മാറ്റപ്പെട്ടിട്ടില്ല. നമ്മൾ പരിശോധിച്ചിട്ടില്ല എങ്കിൽ പോലും നാം ഇപ്പോഴും മൂക്കിൽ ശ്വാസത്തോട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം പരിശോധിക്കണം. കാരണം മരണശേഷം നമുക്കൊരു അവസരം ഇല്ല. മാനസാന്തരപ്പെടുവാൻ അവസരമില്ല. സത്യം അറിയാൻ അവസരമില്ല. നാം കടന്നു പോകുന്ന സമയത്ത് ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് പരിശോധിക്കണം. എൻ്റെ വിശ്വാസം ദൈവം പറഞ്ഞേക്കണ പോലെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞ പോലെ ഞാൻ മാനസാന്തരപ്പെട്ടോ? അവൻ പറഞ്ഞ പോലെ എൻ്റെ പാപങ്ങളെ കഴുകിക്കളയുവാൻ ഞാൻ സ്നാനമേറ്റോ? ദൈവം എനിക്ക് അവൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നോ? ഞാൻ അതിനു വേണ്ടിയിട്ടാണോ സ്നാനമേറ്റത്? വെള്ളത്തിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് പാപക്ഷമയും അല്ലെങ്കിൽ അവൻ്റെ പരിശുദ്ധാത്മാവിനെ തന്ന് എന്നെ മുദ്രയിട്ടു എന്നുള്ളതിന് പൂർണ്ണമായ ഉറപ്പും നിശ്ചയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? കാരണം സമയം ചുരുക്കമാണ്. കർത്താവിൻ്റെ വരവ് അടുത്തെത്തി കഴിഞ്ഞു. അവൻ വാതിൽക്കൽ നിൽക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എബ്രായലേഖനം 9:27-28 വാക്യങ്ങളിൽ പറയുന്നത് പോലെ ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധിയുള്ളൂ. പാപപരിഹാരത്തിന് വേറെ ചാൻസ് നമുക്കില്ല. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും പാപം കൂടാതെ പ്രത്യക്ഷമായി വരും. അത് മാത്രമേ നമുക്കുള്ളൊരു പ്രത്യാശ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും വരും. ഇത് നമ്മളെ സഹായിക്കട്ടെ. ഈ രക്ഷാപദ്ധതിയെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും ഒക്കെ പരിഹരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് വീണ്ടും പഠിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലുകളിൽ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. മലയാളം ബൈബിൾ സ്റ്റഡീസിലെ പുതിയ സൃഷ്ടി പഠനങ്ങൾ, പരിശുദ്ധാത്മാവ്, രക്ഷാപദ്ധതി, ഇങ്ങനെയുള്ള പഠനങ്ങൾ ഉണ്ട്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. സീഡ്സ് ഓവർ എന്നുള്ള ചാനൽ പരിശോധിക്കാൻ പറ്റും. അതുപോലെ സഹോദരിമാരുടെ ചാനൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശോധന, നമുക്കിതെല്ലാം നമുക്ക് പരിശോധിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ട്. ഇതെല്ലാം ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ അവസരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കാൻ എല്ലാ മക്കളെയും ജ്ഞാനത്തോടുകൂടി ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു സമയം ഞങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്നതിന് ദൈവത്തിന് നന്ദി. ഇന്ന് ഈ ശ്വാസം ഞങ്ങളുടെ മൂക്കിലുള്ളതിന് ദൈവത്തിന് നന്ദി. ഞങ്ങളോട് ദീർഘക്ഷമ കാണിച്ച കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് വീണ്ടെടുപ്പ് ഒരുക്കി. ഞങ്ങളെ ശുദ്ധീകരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ഒരുക്കി. ഞങ്ങൾക്കിന്ന് ഒരു ദൈവം ഞങ്ങളെ ദുർമനസാക്ഷി നീങ്ങി ശുദ്ധവെള്ളത്താൽ തളിക്കപ്പെട്ടവരായി, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി കർത്താവെ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് വേണ്ടി അവസരമൊരുക്കിയ ഞങ്ങളുടെ രാജാവിനെ, ഞങ്ങളുടെ നാഥനെ, ഞങ്ങളുടെ രക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി ശുദ്ധീകരണത്തിന് വേണ്ടി സകലതും ചെയ്ത ഞങ്ങളുടെ മഹാദൈവത്തിനെ അങ്ങയോടെ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങയുടെ ശ്രേഷ്ഠ നാമത്തിന് എപ്പോഴും ബഹുമാനം പുകഴ്ചയും ഉണ്ടാകുമാറാട്ടെ കർത്താവെ. ഈ സമയം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഒരു കാതുകളെ അനുഗ്രഹിക്കണമേ, കേൾക്കുന്ന ഹൃദയങ്ങളെ അനുഗ്രഹിക്കണമേ, മനസ്സിലാക്കുവാൻ തക്കവണ്ണം ജ്ഞാനത്താൽ സഹായിക്കണമേ. രക്ഷിതാവ് യേശുനാഥൻ പ്രാർത്ഥിക്കുന്ന കൃപയുടെ കേൾക്കുന്ന പിതാവേ, ആമേൻ. താങ്ക് യു.